ലൂക്കോസ് 5:8. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ശീമോൻ്റെ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച ശേഷം ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ വാക്കിന് അവർ വലയിറക്കി. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് അത്ഭുത പരതന്ത്രനായിപ്പോയി. വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം രാത്രി മുഴുവൻ അതേ സ്ഥലത്ത് അതേ വല സാധാരണ പോലെ ഉപയോഗിച്ചിട്ട് ഒറ്റ മീൻ പോലും കിട്ടാതിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ വല കീറത്തക്കവണ്ണം പെരുത്ത മീൻ കൂട്ടത്തെ കിട്ടിയിരിക്കുന്നത്. നോഹയുടെ പെട്ടകത്തിലേക്ക് സകല ജീവജാലങ്ങളും ആരും പറയാതെ വന്നു കയറിയതുപോലെ ഇവിടെ മീനുകളും ചെയ്തു. അവർ കൂട്ടമായി വന്ന് ആരുടെയോ നിർദ്ദേശത്താൽ വന്നു കയറിയതുപോലെ വലയിൽ വന്നു കയറി. പത്രോസിന് അവിശ്വസനീയമായി തോന്നി. യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. പത്രോസ് കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞതോ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടുപോകണേ എന്ന്. കർത്താവ് പത്രോസിനെ പിടിക്കുവാനാണ് അവിടെ എത്തിയത്. എന്നാൽ പത്രോസ് അത് തിരിച്ചു പറയുന്നു. യേശു കേവലം മനുഷ്യനല്ലെന്നും യേശുവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ താൻ യോഗ്യനല്ലെന്നും പത്രോസ് മനസ്സിലാക്കുന്നു. യെശയ്യാവ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് പ്രവാചകൻ കണ്ടു. യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവ് താൻ എത്ര ഹീനനാണ് എന്ന് മനസ്സിലാക്കുവാനിടയായി. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നത് നാം കാണുന്നു. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ മനുഷ്യർ തങ്ങളുടെ പാപാവസ്ഥയെ കാണുന്നു. ഇതിനുശേഷം പത്രോസ് യേശു കർത്താവിനെ അനുഗമിക്കുന്നു. പിന്നീട് ക്രിസ്തു തന്നെ വിട്ടുപോകുവാൻ താൻ ആഗ്രഹിക്കുന്നതേയില്ല. ഇയ്യോബ് 42:6 ഇതുപോലെ ദൈവമഹത്വം ദർശിച്ചപ്പോൾ ഇയ്യോബും പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നതായി നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവിക വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ നോക്കിയാൽ നമ്മൾ ശൂന്യരാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ കാൽവറിയിൽ പുത്രൻ തമ്പുരാൻ ചൊരിഞ്ഞ രക്തത്തിന് നമ്മെ കഴുകുവാൻ ശക്തിയുണ്ട്. നമ്മെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ അതിന് കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, വീഴ്ചകൾ വരുമ്പോൾ നാം കർത്താവിൽ നിന്ന് ഓടിപ്പോവുകയല്ല, മറിച്ച് അനുതപിച്ച് നമുക്ക് മടങ്ങി വരാം. നമ്മെ സ്വീകരിക്കുവാൻ കർത്താവ് തയ്യാറാണ്. ഓടിപ്പോയ പത്രോസിനെ മടക്കി കൊണ്ടുവന്ന് ക്രിസ്തുവിൽ ശ്രേഷ്ഠനാക്കിയ ദൈവം നമ്മെയും ശ്രേഷ്ഠമായി ഉപയോഗിക്കും. ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ ശുദ്ധീകരിച്ച് ദൈവിക നിലവാരത്തിൽ നിലനിർത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.